വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിയാസ് ലെജർ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലേ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ജെന്നയുടെ എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സദ്യയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡോംസിൻ്റെ പോസ്റ്റർ കളറായിട്ടുള്ള പെയിൻ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സദ്യ വിളമ്പുന്ന ഇലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ക്ലേ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ഇലേൻ്റെ ഷേപ്പിൽ. നമ്മുടെ ലീഫിൻ്റെ ഔട്ടർ മോഡൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡീറ്റെയിൽസ് ചെയ്യാം. നമ്മുടെ പേപ്പർ കട്ടർ കൊണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലീഫിന് നമ്മൾ ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാഴയിലേക്ക് ഗ്രീൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. നല്ല രസമുണ്ടല്ലോ, ശരിക്കും ഒരു വാഴയില പോലെയുണ്ട് കാണാൻ. ഇനി നമുക്കിത് ഉണങ്ങാൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സദ്യക്ക് വേണ്ട ചോറും കറികളൊക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് സദ്യക്ക് വിളമ്പാനുള്ള ചോറുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റോൾ ചെയ്തതിന് ശേഷം പേപ്പർ കട്ടർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞായിട്ട്. ഫ്രണ്ട്സ്, നമ്മൾ ക്ലേ ഒക്കെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പപ്പടം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ക്ലേ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം പപ്പടം. അപ്പോൾ നമ്മുടെ പപ്പടം ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത് നമ്മൾ പഴമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ക്ലേ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് പെയിൻ്റ് അടിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് തോരനാണ്. അതിനായിട്ട് നമ്മൾ ക്ലേ എത്തി ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് യെല്ലോ കളർ പെയിൻ്റ് അടിക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാഴയിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഓരോരോ കറികൾ ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിനിയേച്ചർ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ശർക്കരയുണ്ട്, ചിപ്സ് ഉണ്ട്, പഴമുണ്ട്, പപ്പടമുണ്ട്, അവിയലുണ്ട്, കിച്ചടി ഉണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്, സാമ്പാറുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും.